ഫസ്റ്റ് മൂവി ചെയ്യുമ്പോ തന്നെ ആ ഒരു പേടി അങ്ങനെ ഒന്നും ആ ഒരു ഫേസിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്കൊന്നും തോന്നില്ല. ഉണ്ടായിരുന്നു. ഇപ്പത്തെ ദീർഘശ്വാസം ഇപ്പം വരുന്നുണ്ട്. പച്ചക്ക് ചീത്ത കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനകം കാമിനി കലഹം എന്ന് പറഞ്ഞിട്ട് നിവിൻ ചേട്ടന്റെയും രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ രതീഷ് ചേട്ടന്റെയും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നീണ്ട ഡയലോഗുണ്ട്. അപ്പം അത് ഞാൻ ഇവിടുന്ന് റിസപ്ഷൻ്റെ അവിടുന്ന് പറഞ്ഞു എല്ലാവരോടും ഞാൻ ഇങ്ങനെ തർക്കിക്കുന്ന ഒരു സാധനം. അത് വൺ ഷോട്ട് എടുത്തേ പറ്റൂ, ബ്രേക്കിംഗ് പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വൺ ഷോട്ടോ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ പോയപ്പോഴത്തേക്കിനും ഒരു വട്ടം പോയി, പകുതി എത്തുമ്പോഴത്തേക്കിനും മറന്നു പോവും, ബ്ലാക്ക് ഔട്ട് ആവും, വീണ്ടും പോവും. ഇതിങ്ങനെ ഒരു 21 വട്ടം പോയപ്പോഴത്തേക്കിനും ബ്രേക്ക് പോയി പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. നമ്മുടെ കോൺഫിഡൻസ് പോയി. അപ്പൊ വിനയ് ചേട്ടൻ വന്നിട്ട് എന്നോട് പറയുന്നത്, അതെ എത്ര ചീത്ത കേട്ടാലും കുഴപ്പമില്ല, ഇതിന്റെ ഔട്ട്പുട്ടേ ആൾക്കാർ കാണുള്ളൂ, അപ്പം ഫൈനൽ ഔട്ട് അടിപൊളിയാക്കാൻ നോക്ക്, അത് ബാക്കിയുള്ള പറയേണ്ടവരൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് തോന്നി ശരിയാ, ഫൈനൽ ഔട്ടല്ലേ ആൾക്കാർ കാണുള്ളൂ, അപ്പൊ ഞാൻ എന്തായാലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തപ്പോഴത്തേക്കിനും ഓക്കെ. എന്തോ ഒരു പേടി. അപ്പം വിനയേട്ടനും പറഞ്ഞു നമുക്കത് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്, ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് എനിക്ക് മാത്രമല്ല, അപ്പൊ നിവിൻ ചേട്ടനും വന്ന് പറഞ്ഞു എനിക്കും കേട്ടിട്ടുണ്ട്, ഗ്രേസും പറഞ്ഞു എല്ലാവർക്കും കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. എല്ലാവർക്കും കേട്ടിട്ടുണ്ടല്ലോ, എല്ലാവരും അവിടെ നിന്നാണല്ലോ വന്നേ. ആ ഒരു ഐഡിയ കയറിയപ്പോഴത്തേക്കിനും പിന്നെ ചീത്ത ആയിട്ടാലും കുഴപ്പമില്ല എന്നുള്ളൊരു സാധനം ചെയ്യാം എന്നുള്ളതായി അല്ലേ.